നല്ല സൗന്ദര്യമുണ്ടേ, വിദ്യാഭ്യാസമുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാം ഓക്കെയാണ്, ജീവിത സാഹചര്യം എല്ലാം ഓക്കെയാണ്, വിവാഹപ്രായമായി അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാം എന്നൊരു രീതിയൊക്കെ ആയി. പക്ഷേ എന്തുകൊണ്ടോ വിവാഹാലോചന നടക്കുന്ന സമയത്ത് അതങ്ങ് മുമ്പോട്ട് പോകുന്നില്ല. ഇനി വൈബ് സെറ്റാകത്താണോ? ഒന്നുമില്ല, ഞാൻ പറയട്ടെ, വേറൊന്നുമല്ല, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സെൽഫി തന്നെയാണ് നിങ്ങൾക്ക് ഈ പണി തന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വസിച്ചോ? ഇല്ലേ? ഞാൻ പറയാം. ഒരു വിവാഹാലോചന സമയത്ത് ആരെങ്കിലും ഒരു ഫോട്ടോ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഫോട്ടോ എടുത്തു അയച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ചെരിഞ്ഞിരിക്കുന്ന ഒരു മാക്രി മോന്ത, അങ്ങനെ വേണമെങ്കിൽ പറയാമെന്നുള്ളൂ കേട്ടോ, ഈ ചെരിഞ്ഞിരിക്കുന്ന ഇത്രയുള്ള നമ്മുടെ ഒരു മോന്ത കണ്ടാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടൂ? ഇനി നിങ്ങൾ എന്താണെന്ന് മനസ്സിലാവൂ? ഇല്ല. അത് പോരാഞ്ഞിട്ട് ഇങ്ങനെയും കൂടെ പിടിച്ചു വല്ല ഫോട്ടോ എടുത്ത് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ തന്നെ ഒന്ന് നോക്കി, ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചൊന്ന് നോക്കി, എന്തായിരിക്കും അവസ്ഥ? ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയുള്ളൊരു ഫോട്ടോ മറ്റുള്ളവർ കണ്ടാൽ ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നതിന് പകരം ഇതിൻ്റെ ഫോക്കസൊക്കെ കറക്റ്റാക്കി ബാക്ക്ഗ്രൗണ്ട് കളറും എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു നല്ലൊരു കൂട്ടുകാരെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിക്കുക. എന്നിട്ട് മുമ്പേ പറഞ്ഞ ആൾക്ക് ഇങ്ങനെ അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഫോട്ടോ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കൊള്ളാം, പെണ്ണ് കൊള്ളാം, ചെറുക്കൻ കൊള്ളാം, ഇങ്ങനൊരു ചിന്ത വരില്ലേ? അതാണ് പറയുന്നത്, നല്ല ഫോട്ടോ അയക്കുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഇമ്പ്രഷൻ അവിടെ ക്രിയേറ്റ് ആവും. ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവർ നിങ്ങളെ ചിലപ്പോൾ ഒരു ഗ്രൂം ബ്രൈഡ് മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്യും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോൾ വിവാഹം ആലോചിക്കുന്നു അതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ച് നല്ല കുറച്ച് ഫോട്ടോ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുക. എന്നിട്ടൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയെ. ആ ഫോട്ടോ വേണമെങ്കിൽ എടുത്ത് നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാമല്ലോ. പിന്നെ ഈ ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, ഏതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ഇട്ടിരിക്കുന്ന വധം ഫോട്ടോസ്, അതായത് നിങ്ങളുടെ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ടൈപ്പ് ഫോട്ടോസ് എല്ലാം ഹൈഡ് ചെയ്യുക. വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാം ഇട്ടു, ഒരു പ്രശ്നമില്ല, ആരും ചോദിക്കൂ. പക്ഷേ അതിന് മുമ്പ് ഇട്ടാൽ ഒരു പക്ഷേ നടക്കാനുള്ള സാധ്യത, മനസ്സിലായോ?